രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പച്ചക്കുതിര, രണ്ടാമത്തെ ചോദ്യം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രഭാഷ ഏത്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ ഉറുദു, ബി ബംഗാളി, സി പേർഷ്യൻ, ഡി ഹിന്ദി. നല്ലതുപോലെ ആലോചിച്ച് ഉത്തരം പറയണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റീപ്ലേസ്മെന്റ് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ ആകാവൂ. ആദ്യത്തെ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഇനിയും 20 സെക്കൻഡുകളുണ്ട്. ഉറുദു ആണോ, ബംഗാളിയാണോ, ഹിന്ദിയാണോ, പേർഷ്യനാണോ ബംഗ്ലാദേശിന്റെ രാഷ്ട്രഭാഷ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഉറുദു കൺഫേം ചെയ്യാം. ഇനി സമയമില്ല. ഓപ്ഷൻ എ ഉറുദു ഞങ്ങൾ കൺഫേം ചെയ്യും. സംശയമുണ്ടായിരുന്നു? സംശയമുണ്ട്. ശരി, പോട്ടെ. ഉറുദു അല്ലെങ്കിൽ പിന്നെ ഏതാണെന്നാണ് സംശയം? ബംഗാളി. ഉറുദു അല്ലെങ്കിൽ ബംഗാളിയാണ്. പേർഷ്യനോ ഹിന്ദിയോ അല്ല. ഉറപ്പാണ്. ഉറുദുവോ ബംഗാളിയാണെന്നായിരുന്നു സംശയം, അല്ലെ? പച്ചക്കുതിരയോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരമെന്ന്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? I'm so sorry, രതീഷ്. പാകിസ്ഥാന്റെ രാഷ്ട്രഭാഷയാണ് ഉറുദു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രഭാഷ ബംഗാളി തന്നെയാണ്. കാരണം നേരത്തെ ബംഗാളിന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് പിന്നീട് മറ്റൊരു രാജ്യമായി മാറി. ബംഗ്ലാദേശ് എന്നുള്ള പേരിൽ തന്നെയും ബംഗാളിയുണ്ട്. ഞാനതുകൊണ്ടാണ് ചോദിച്ചത് ഉറുദു അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കുമെന്നുള്ള. അതും താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ ഉത്തരവുമായിരുന്നു. സാരമില്ല. വളരെ കുറച്ചു നേരം മാത്രമാണ് എന്നോടൊപ്പം പച്ചക്കുതിരയിൽ ഇരിക്കാൻ സാധിച്ചത്. ആരെങ്കിലും മത്സരിക്കാൻ വരുമ്പോൾ അവർ ഒരുപാട് നേരം എന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം 1-2 ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം വീണ്ടും അവരുടെ ജീവിതത്തിലേക്കും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാനാണ് എനിക്കെപ്പോഴും ആഗ്രഹം. ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അറിയുന്നതുമല്ല. സാരമില്ല. ഇനിയൊരിക്കൽ നമുക്ക് മറ്റൊരു മത്സരവേദിയിൽ വെച്ച് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങാം. വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് സന്തോഷം. ദുബായ് ഗോൾഡ് സൂപ്പ് നൽകുന്ന 1000 രൂപയ്ക്കുള്ള സമ്മാനം ഞാനിതാ. പച്ചക്കുതിരയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ അടുത്തതായി പച്ചക്കുതിരയുടെ ഈ മത്സരവേദിയിലേക്ക് എത്തുന്നത് ഡോക്ടർ ശ്രീബക്കുട്ടി വർഗീസും കുടുംബവുമാണ്. ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ഡോക്ടർ ശ്രീബക്കുട്ടി വർഗീസ് ആൻഡ് ഫാമിലി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ശ്രീ. ഡോക്ടറുടെ പേര് ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ മറന്നുപോകില്ല ഒരിക്കലും. ഡോക്ടർ ശ്രീബക്കുട്ടി വർഗീസ്. പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന പേരാണ്. ഡോക്ടർ ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ. ഇപ്പൊ ഈ കണ്ണ് ചികിത്സാ രംഗത്ത് ഒരുപാട് ഈ ലേസർ ട്രീറ്റ്മെന്റ് പുതിയൊരു ഡെവലപ്മെന്റ് ആണ്, അല്ലേ? ലേസർ ട്രീറ്റ്മെന്റ്. പക്ഷെ അതുകൊണ്ട് ചിലർ പറയുന്നു ചില ദോഷങ്ങളുണ്ടാവും, അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ. അത് നമ്മളെ കോർണിയയുടെ തിക്നെസ് ഒക്കെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ അതൊരു പുതിയ മെത്തേഡ് ആയതുകൊണ്ട് ഒരു കുറച്ച് കൊല്ലം കൂടെ കഴിഞ്ഞാൽ അതിന്റെ ഡ്രോബാക്സ് എന്തുകൊണ്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ചില ഡോക്ടർമാർ അതുകൊണ്ട് അതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ വളരെ ഹൈ പവറുള്ള ഇപ്പം നമുക്കൊരു -16 അല്ലെ -18 ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷം കിട്ടും. ഇപ്പൊ ഒരു -2 അല്ലെ +1 ഒക്കെ ഉള്ളവർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെ പിന്നെ കോണ്ടാക്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. -16 ഒക്കെ വരുമല്ലേ? -16, 20 ഒക്കെ വരും. അത് ഹൈ മയോപ്പ് എന്ന് പറയും. വളരെ കൂടുതൽ മയോപ്പിയ ഉള്ളവർക്കാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ചുകൂടെ നന്നായിട്ട് വിഷം കിട്ടും. അല്ലാതെ ഇപ്പൊ അതിന് ഡ്രോബാക്സ് ഉണ്ടോന്ന് ഇപ്പം പറയാൻ കാലമായിട്ടില്ല. പക്ഷെ എല്ലായിടത്തും ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതെ. ചിലപ്പോൾ 4-5 കൊല്ലങ്ങൾക്ക് ശേഷം 4-5 കൊല്ലം അല്ല, അതിലും കുറച്ചുകൂടെ കാലം എടുത്തത്. എന്താണ് ഈ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് ചെയ്യുന്നത്? ലേസർ രശ്മികൾ കൊണ്ട് നമ്മുടെ കോർണിയയുടെ കർവേച്ചർ ആ ഷേപ്പ് ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലെൻസിന്റെ പവർ കോർണിയയുടെ പവർ വ്യത്യാസം വരും. അതനുസരിച്ച് കണ്ണിലേക്ക് കൂടുതൽ നമുക്ക് കാഴ്ച കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റെറ്റിനയിൽ. ശരിക്കും നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് അല്ലേ?
കണ്ണിലെ ലെൻസിലല്ല, നമ്മൾ റെറ്റിനയിലാണ്. കൃഷ്ണമണിയിലാണ് ഇത് ചെയ്യുന്നത്. ഓ. മുൻവശത്ത് ആ കറുത്ത മിഴിയുണ്ടല്ലോ, ഓ, അതിന്റെ പുറത്താ ചെയ്യുന്നത്, അകത്തോട്ടൊന്നും പോകുന്നില്ല. ചെയ്യുന്നു. കണ്ണിന്റെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. Convex lens. ലെൻസിനേക്കാളും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ലെൻസിനാണ് കൂടുതൽ പവർന്ന. ലെൻസിനേക്കാളും കൂടുതൽ കണ്ണിന്റെ പവർ ഇരിക്കുന്നത് ഈ കോർണിയയിലാണ്. ലെൻസിലേലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ മരണശേഷം നമ്മളിപ്പോ കണ്ണ് മറ്റൊരാൾക്ക് ദാനം ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഈ മൊത്തം കണ്ണൊന്നും അല്ലല്ലോ എടുത്തുകൊണ്ട് പോകുന്നത്. അതിന്റെ അതെ, അല്ല, എടുക്കുമ്പോൾ മൊത്തം കണ്ണെടുക്കും. പക്ഷെ നമ്മൾ മാറ്റിവെക്കുന്നത് കോർണിയ മാത്രമേ മാറ്റിവെക്കുള്ളൂ. കോർണിയ എന്ന് പറയുന്നത് കൃഷ്ണമണി ആ വട്ടമുള്ള അത് അത് മാത്രം. കളർലെസ്സാ. അതിപ്പം ചിലർക്ക് വല്ല ഡിസീസൊക്കെ വന്നു കഴിഞ്ഞ് അതിന് വല്ല വെളുത്ത പാടൊക്കെ വന്നാൽ കാഴ്ച കുറയുമല്ലേ, അങ്ങനെയുള്ളവർക്ക് മാറ്റിവെക്കാനാകും. അല്ലാതെ നമുക്ക് മുഴുവനായിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. അശ്വതി ഡയറ്റീഷ്യനാണ് അല്ലേ? അശ്വതി കണ്ടാ അറിയാം പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ നോക്കുന്ന ഒരാളാണെന്നും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. എങ്കിലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് പറയും നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യ്, എന്നിട്ട് മാത്രം ഞങ്ങളോട് പറയാം. പിന്നെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഭക്ഷണം ഇങ്ങനെ ക്രമീകരിക്കണം, അങ്ങനെ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുന്നത് അല്ലേ? ഈ പൊതുവെ നമുക്കങ്ങനെ എല്ലാവർക്കും പാലിക്കാവുന്ന ഒരു ഡയറ്റ് ഉണ്ട്. അത് ഓരോരുത്തരുടെ കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും എല്ലാം നോക്കിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് തീരുമാനിക്കുകയാണോ ചെയ്യുന്നത്? അവരുടെ മെഡിക്കൽ ഇഷ്യൂസും കൂടെ കണക്കിലാക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് പറയുന്നത്. പിന്നെ കഴിക്കരുതെന്നുള്ളതിലും കൂടുതൽ ഞങ്ങൾ കഴിക്കാനും പറയുന്നുണ്ട്. വെജിറ്റബിൾസ് അങ്ങനത്തെ കുറെ സാധനം ആഡ് ചെയ്യാനും പറയുന്നുണ്ട്. അല്ലാണ്ട് കഴിക്കരുതെന്ന് മാത്രമല്ല പറയുന്നത്, പോസിറ്റീവായിട്ടും പറയുന്നത്. അതല്ല, ഇഷ്ടമുള്ള സാധനമാണല്ലോ ഒഴിവാക്കാൻ പറയുന്നത്. മധുരം ഒഴിവാക്കുക, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആളുകളോടാണെങ്കിൽ മീറ്റ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഈ ഭക്ഷണ കാര്യങ്ങളിൽ എപ്പോഴും നമ്മളോട് ആരെങ്കിലും കഴിക്കണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹം തോന്നുക. പക്ഷെ കുറെ സാധനങ്ങൾ നമ്മൾ കുറച്ചു കാലം കഴിക്കാതിരുന്നാൽ പിന്നീട് അതിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് കുറഞ്ഞു വരും. ഈ ഐസ്ക്രീം ഒക്കെ അങ്ങനെയാണ്, കുറെ കാലം അത് കഴിക്കാതിരുന്ന പിന്നെ കഴിക്കണമെന്ന് അങ്ങനെ തോന്നത്തില്ല. കുറച്ചൊക്കെ വിൽ പവറിന്റെയും കൂടെയാണ്. കഴിക്കണ്ട നമ്മൾ വിചാരിച്ചാൽ കഴിക്കാതിരിക്കാൻ പറ്റും. ഈ എക്സസ് ഫാറ്റ് ആണ് എപ്പോഴും നമുക്ക് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോ പച്ചക്കുതിരയുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഏതായാലും രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ആളുകളാണ്. പച്ചക്കുതിര അത് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പോൾ സമാനമായി ഓപ്റ്റ് ചെയ്യാനുള്ളത് തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചറാണ്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്കുള്ള ഫർണിച്ചർ വാങ്ങിയിട്ട് ഇവിടുന്ന് പോകാവൂ. 1000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ സമാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ആദ്യത്തെ ചോദ്യം? ഇന്നത്തെ സമയം അവസാനിച്ചു. ആദ്യത്തെ ചോദ്യം കേൾക്കണമെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം കൂടി കാത്തിരിക്കണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എനിക്ക് കൂടുതൽ അറിയേണ്ടത് ഡയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അശ്വതിയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും പച്ചക്കുതിരയുടെ വക ചോദ്യങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കാം. വന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അടുത്ത എപ്പിസോഡിൽ കാണാം.